കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ കൊണ്ടും കഥയിലെ കോംപ്ലക്സിറ്റികൾ കൊണ്ടും വളരെയധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കണ്ടുവരുന്ന സയന്റിഫിക് കൺസെപ്റ്റ്സും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം ഈ അടുത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ടെനറ്റ് എന്ന സിനിമയാണ്. അപ്പോൾ കിളി പോയവർക്കും ഇനി പോകാനിരിക്കുന്നവർക്കും വേണ്ടി ടൈമിൻ്റെ ഡയറക്ഷനെ പറ്റി തന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു സിനിമ റിവ്യൂ സ്പോയിലറോ ഒന്നുമല്ല, മറിച്ച് ടെനറ്റിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് കൺസെപ്റ്റിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ. ഒരു ബിൽഡിംഗ് പൊട്ടിത്തെറിച്ചാൽ എത്ര തന്നെ സമയം വെയിറ്റ് ചെയ്താലും അതിൽ നിന്ന് തെറിച്ച് വീണ പീസുകളെല്ലാം കൂടി ചേർന്ന് തിരിച്ച് പഴയ ആ ബിൽഡിംഗ് ആവുകയില്ല. ഇതേ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇത് തികച്ചും ഇമ്പോസിബിൾ ആണെന്ന് ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഇതിനർത്ഥം ബിൽഡിംഗ് പൊട്ടിത്തെറിക്കുന്ന ഈ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ് എന്നതാണ്. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ വ്യക്തമായ ഡിസ്റ്റിങ്ഷൻ ഉള്ള ഒരു പ്രോസസ്സ്. റിച്ചാർഡ് ഫെയ്മാന്റെ അഭിപ്രായത്തിൽ ഇത് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും ഫ്യൂച്ചറും വ്യത്യസ്തമാണ്. ഇവ രണ്ടിനെയും നമ്മൾ പെർസീവ് ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആയി തന്നെയാണ്. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് ടൈമിനൊരു ഡയറക്ഷൻ ഉള്ളത്? ലെറ്റ്സ് സോർട്ട് ഇറ്റ് ഔട്ട്. ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഫിസിക്സിൻ്റെ നിയമങ്ങളനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ ഡയറക്ഷൻ നിർണ്ണയിക്കുന്നതും ഈ നിയമങ്ങൾ തന്നെ ആയിരിക്കണം. അതായത് ഫിസിക്സിൻ്റെ ഏതെങ്കിലും അടിസ്ഥാന നിയമം പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതായിരിക്കണം. സമയത്തിൻ്റെ ദിശ ഫിസിക്സിലൊരു നിയമത്തിൽ എങ്ങനെയാണ് എൻകോഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ്സ് സേ ഗ്രാവിറ്റി. നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ടൈമിൻ്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്താൽ ഭൂമി സൂര്യനെ അതേ ഓർബിറ്റിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചുറ്റാൻ തുടങ്ങും. ഈ രണ്ട് വീഡിയോസും നമ്മളൊരാളെ കാണിച്ചാൽ അയാൾക്ക് ഏതാണ് ഒറിജിനൽ വീഡിയോ, ഏതാണ് ടൈം റിവേഴ്സ്ഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് വേർതിരിക്കാൻ പറ്റില്ല. അതായത് ടൈം റിവേഴ്സ് ചെയ്താലും ഗ്രാവിറ്റിയുടെ നിയമങ്ങൾക്ക് ഒരു കുലുക്കവും സംഭവിക്കില്ല. ഗ്രാവിറ്റിയുടെ നിയമങ്ങളിൽ സമയത്തിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. സോ ഗ്രാവിറ്റി ഈസ് ടൈം റിവേഴ്സിബിൾ. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിസവും ടൈം റിവേഴ്സിബിൾ ആണ്. പക്ഷേ ന്യൂക്ലിയർ ഫോഴ്സുകൾ, എസ്പെഷ്യലി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ടൈം റിവേഴ്സിബിലിറ്റിയെ വയലേറ്റ് ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചുറ്റും കാണുന്ന ഈ ഇറിവേഴ്സിബിലിറ്റി അഥവാ ടൈമിൻ്റെ ഡയറക്ഷനാലിറ്റി ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പെർസീവ് ചെയ്യുന്ന 99% പ്രതിഭാസങ്ങളും ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ബാക്കി ഗ്രാവിറ്റി. നിത്യജീവിതത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സുകളെ എൻകൗണ്ടർ ചെയ്യാറില്ല. നമ്മൾ ഏതാണ്ട് എല്ലാ സമയവും കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിസവും ഗ്രാവിറ്റിയും റിവേഴ്സിബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവയെ ചേർന്നുണ്ടാകുന്ന ഈ ലോകം ഇറിവേഴ്സിബിൾ ആകുന്നത്? ഇറിവേഴ്സിബിൾ ആയ ഏതെങ്കിലും ഒരു പ്രതിഭാസം എടുത്ത് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഫെയ്മാന്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഇങ്ക് ഡ്രോപ്പ് ചെയ്താൽ അവ തമ്മിൽ മിക്സ് ആവുന്ന ഈ പ്രോസസ്സ് കണ്ടില്ലേ? ഇത് തീർച്ചയായും ഒരു ഇറിവേഴ്സിബിൾ ആയ പ്രതിഭാസമാണ്. അതായത് ഈ വീഡിയോ ടൈം റിവേഴ്സ് ചെയ്ത് ആരെങ്കിലും കാണിച്ചാൽ അവർ ഉടനടി പറയും ഇത് വളരെ അസ്വാഭാവികമാണെന്ന്. ഈ പ്രോസസ്സിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇറിവേഴ്സിബിലിറ്റിയുടെ ഒറിജിനെ കണ്ടെത്താനായിരിക്കും. ഈ കാണുന്നത് നേരത്തെ കണ്ട പ്രോസസ്സിനെ പോലെ തന്നെയുള്ള ഒന്നിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ്. ഇതിലെ വൈറ്റ് ബോൾസ് വെള്ളത്തിന്റെ മോളിക്യൂൾസും ബ്ലൂ ബോൾസ് മഷിയുടെ മോളിക്യൂൾസും ആണെന്ന് കരുതുക. രണ്ട് നിറങ്ങളും ഒരു വാൾ കൊണ്ട് സെപ്പറേറ്റഡ് ആണ്. ബോളുകൾ റാൻഡമായി മൂവ് ചെയ്യുകയും മറ്റുള്ള ബോളുകളുമായി കൂട്ടിമുട്ടുകയും ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ആണ് ഇതിന് കാരണം. വെള്ളം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ അല്ലാത്തടത്തോളം കാലം മോളിക്യൂൾസിന് ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ആക്ച്വലി ഇത് നേരെ തിരിച്ചാണ്. ഈ മോളിക്യൂളുടെ എനർജിയുടെ ആവറേജിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി ആ വാൾ നമുക്ക് മാറ്റി നോക്കാം. മോളിക്യൂൾസിന്റെ റാൻഡം മോഷൻ കാരണം വെള്ളവും മഷിയും മിക്സ് ആകുന്നു. ഇനി കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ ഇതിലെ വെള്ളവും മഷിയും മുഴുവനായും മിക്സ് ആവും. ഇനി ഇതിലെ ഏതെങ്കിലും ഒരു കൊളീഷനിലേക്ക് നമുക്ക് സൂം ചെയ്യാം. ഇവിടെ ടൈം നമ്മൾ റിവേഴ്സ് ചെയ്താൽ മോളിക്യൂളുകൾ നേരെ തിരിച്ച് ബൗൺസ് ചെയ്യും. ഇനി ഇത് രണ്ടും നമ്മൾ ഒരാളെ കൊണ്ട് കാണിച്ചാൽ ഇതിലേതാണ് ടൈം റിവേഴ്സ്ഡ് ആയിട്ടുള്ളതെന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് മോളിക്യൂളുകളുടെ ഇടയിലുള്ള കൊളീഷൻ പെർഫെക്റ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇൻഡിവിജ്വലായ എല്ലാ കൊളീഷൻസും റിവേഴ്സിബിൾ ആണെങ്കിലും ഈ കൊളീഷൻസിൻ്റെയൊക്കെ ആകെ തുകയായ ടോട്ടൽ പ്രോസസ് ഇറിവേഴ്സിബിൾ ആണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പ്രോസസ്സിന്റെ ഇറിവേഴ്സിബിലിറ്റി അതിന്റെ അടിസ്ഥാന ഫിസിക്സ് നിയമമായ മോളിക്കുലർ കൊളീഷനിൽ നിന്നല്ല വരുന്നത് എന്നാണ്. മറിച്ച് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന മോളിക്യൂളുടെ എണ്ണമാണ് ഈ ഇറിവേഴ്സിബിലിറ്റിക്ക് കാരണക്കാരൻ. ഈ പോയിന്റ് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി 4 വെള്ള ബോളുകളും 4 നീല ബോളുകളും ഉള്ള ഒരു ചെറിയ സിസ്റ്റത്തെ നമുക്കെടുക്കാം. ഇനി നേരത്തെ ചെയ്ത ഡ്രിൽ നമുക്ക് വീണ്ടും ആവർത്തിക്കാം. ഈ കേസിൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ വൈറ്റ് ബോളുകൾ ലെഫ്റ്റിലേക്കും നീല ബോളുകൾ റൈറ്റിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതൊരിക്കലും ഇമ്പോസിബിൾ അല്ല. ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് വലുതാക്കാം. ഈ കേസിൽ 2 കളറിന്റെയും 25 ബോളുകളുണ്ട്. ഇവിടെയും വെയിറ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു റാൻഡം സമയത്ത് സിസ്റ്റം അൺമിക്സ് ആയി 2 കളേഴ്സും സെപ്പറേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെയിറ്റിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ തന്നെ എടുത്തേക്കാം. നമ്മൾ ആദ്യം ചെയ്ത അനിമേഷനിൽ 400 നീലയും വെള്ളയും ബോളുകളായിരുന്നു ഉണ്ടായത്. ഇതും സെപ്പറേറ്റഡ് ആക്കാം, പക്ഷേ ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള സിസ്റ്റങ്ങളിൽ കേവലം 800 പാർട്ടിക്കിൾസ് ഒന്നുമല്ല ഉള്ളത്. പകരം മനുഷ്യ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധം വലിയ നമ്പറുകളാണ്. അറൌണ്ട് ബില്യൺ. അതേതാണ്ട് 1 ശേഷം 24 പൂജ്യമുള്ള സംഖ്യയാണ്. വെറും 18 ഗ്രാം വെള്ളത്തിൽ ഇത്രയധികം പാർട്ടിക്കിൾസ് ഉണ്ട്. ഇങ്ങനത്തെ സിസ്റ്റത്തിനും സെപ്പറേറ്റഡ് ആവാൻ സാധിക്കും. അത് ഫിസിക്സിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരുമല്ല. പക്ഷേ അത് വളരെ ഇംപ്രോബബിൾ ആണ്.
ബൈ ഓൾ പ്രാക്ടിക്കൽ മീൻസ് ഇമ്പോസിബിൾ ആണ്. ഈ ഒരു സെപ്പറേഷൻ സംഭവിക്കാൻ നമ്മളൊരു ബില്യൺ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇതാണ് പ്രകൃതിയിലെ ഇറിവേഴ്സിബിലിറ്റിക്കുള്ള ഉത്തരം. The process can go in reverse, but you might have to wait for billion years. നമ്മുടെ യൂണിവേഴ്സ് ഇതുപോലെ കുറേ പാർട്സ് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതും ഇതുപോലെ മോർ ഓർഡേഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും ലെസ് ഓർഡേഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് മാറ്ററും എനർജിയും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർഡേഡ് ആയ അവസ്ഥയിൽ നിന്നും മാറ്ററും എനർജിയും യൂണിവേഴ്സിൽ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലെസ് ഓർഡേഡ് അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പോക്ക്. സമയത്തിന്റെ ദിശ എന്ന ഈ പ്രതിഭാസം എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ? ഈ അനിമേഷൻ നോക്കൂ, ഇതിലെല്ലാ പാർട്ടിക്കിൾസും മിക്സ്ഡ് ആണ്. ഇനി നേരത്തെ പോലെ ഈ വീഡിയോ റിവേഴ്സ് ചെയ്താൽ കാണുന്ന ആൾക്ക് ഇതിലേതാണ് ടൈം റിവേഴ്സ്ഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാവില്ല. അതായത് ഒരു സിസ്റ്റത്തെ നമ്മൾ അതിൻ്റെ വഴിക്ക് കുറേ നേരം വിട്ടാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരോ ഓഫ് ടൈം എന്നുള്ള പ്രതിഭാസം ഇല്ലാതാകും. നമ്മുടെ യൂണിവേഴ്സ് ഈ ഒരു അവസ്ഥയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും പ്ലാനറ്റ്, സ്റ്റാർസ് എന്നിങ്ങനെ പല ഓർഡേഡ് സ്ട്രക്ചേഴ്സും ഈ യൂണിവേഴ്സിലുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ കുറേ യുഗാന്തരങ്ങൾ കഴിയുമ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഈ യൂണിവേഴ്സിലെ മൊത്തം മാറ്ററും എനർജിയും യൂണിഫോമായി മിക്സ് ആയ ഒരു അവസ്ഥ. ആ ഒരു സ്റ്റേജിൽ സമയത്തിന്റെ ദിശ എന്ന ഈ പ്രതിഭാസം ഇല്ലാതാകും. ചുരുക്കത്തിൽ സമയത്തിന്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്ന ഫണ്ടമെന്റൽ ലോസ് ഒന്നും ഇല്ല. അതുണ്ടാകുന്നത് ഫിസിക്സിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് കുറേയധികം പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ്. അതായത് സമയത്തിന്റെ ഡയറക്ഷൻ എന്നത് ഒരു എമർജന്റ് ഫിനോമിനയാണ്. ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ നിയമങ്ങൾ ഈ ഫിനോമിനയെ ക്യാപ്ചർ ചെയ്യാത്ത സ്ഥിതിക്ക് ഒരു അഡീഷണൽ ഹൈപ്പോത്തിസിസ് കൂടി ഫണ്ടമെന്റൽ നിയമങ്ങൾക്ക് മീതെ കൂട്ടിച്ചേർക്കേണ്ടി വരും. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം പാസ്റ്റ് ഈസ് മോർ ഓർഡേഡ്. ഈ അഡീഷണൽ ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കൃത്യമായി വേർതിരിക്കുന്നുണ്ട്. ഇതില്ലാതെ ആരോ ഓഫ് ടൈം എന്ന പ്രതിഭാസം നമുക്ക് മനസ്സിലാക്കാനാവില്ല. ഈ ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ സമയത്തിന്റെ ദിശയെ പറ്റിയും അതിന്റെ റിവേഴ്സിബിലിറ്റിയെ പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. റിച്ചാർഡ് ഫെയ്മാന്റെ ഒറിജിനൽ ലെക്ചറിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എമർജന്റ് ഫിനോമിനെ പറ്റി നമ്മൾ ചെയ്ത വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ടൈം റിവേഴ്സിബിലിറ്റി എന്നീ ഐഡിയ ഉപയോഗിച്ച് ടെനറ്റ് പോലുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ ക്രിസ്റ്റഫർ നോളനും അദ്ദേഹത്തിൻ്റെ ആക്ടേഴ്സും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ടെനറ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. So before I leave today, let me wish you a very happy new year on behalf of me and Team Science.sort. Goodbye.